ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് യു ജി സി നെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ യു ജി സി നെറ്റ് അറിയാൻ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന യു ജി സി നെറ്റായിരുന്നു. അപ്പോൾ ആ യു ജി സി നെറ്റിൻ്റെ റിസൾട്ട് ഈ ആഴ്ചയിൽ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരീക്ഷ എഴുതിയവർക്ക് അവരുടെ റിസൾട്ട് നോക്കാനുള്ള ഒരു സമയമാണ്. അതിന് മുന്നോടിയായിട്ട് ഉടൻ തന്നെ ഫൈനൽ ആൻസർ കീ എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്യും. പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഫൈനലായിട്ടുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്യുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ത്യ അത് ഓൾറെഡി പുറത്ത് വിടും എന്നറിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഉടൻ തന്നെ നോക്കുക. ഇനി അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വരാൻ പോകുന്ന നെറ്റിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിയെന്ന് കൂടിയാണ്. കാരണം ഈ നെറ്റ് എപ്പോഴും വർഷത്തിൽ 2 വട്ടം നടക്കുമ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടൊരു റിതം ഉണ്ടാവും. അപ്പോൾ ആ ഒരു റിതമാറ്റിക് മൂവ്മെൻറ്റിൽ ഈ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ, റിസൾട്ട് വരാൻ പോകുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൻ്റെയും അടുത്ത പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ടൈമാണ്. നമുക്കത് ഡേറ്റ വെച്ചൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഈ പുതിയ ഡിസംബർ സൈക്കിളിന് വേണ്ടിയുള്ള അപേക്ഷയ്ക്കുള്ള സമയം അധികം വൈകാതെ ഉണ്ടാവും. അതായത് ചിലപ്പം ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ പോലും ഉണ്ടായേക്കാം. അത്രമാത്രം അടുത്ത് എത്തിക്കഴിഞ്ഞു ഈ അപേക്ഷിക്കാനുള്ള സമയം. കാരണം റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വരികയും അതിന് 2-3 ദിവസത്തിനുള്ളിൽ അടുത്ത സൈക്കിളിനുള്ള അപേക്ഷ യു ജി സി നെറ്റിന് ക്ഷണിക്കുകയും ചെയ്യുന്നതാണ് പൊതുവേ കണ്ടുവരുന്ന രീതി. അപ്പോൾ നമുക്ക് അതൊന്ന് അസസ് ചെയ്ത് നോക്കാം. യു ജി സി നെറ്റ് ഡിസംബർ സൈക്കിൾ കഴിഞ്ഞ വർഷത്തെ 23 ഡിസംബർ സൈക്കിളാണ് നമ്മളിവിടെ നോക്കുന്നത്. അന്ന് ഏതാണ്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 30 തുടങ്ങി ഒക്ടോബർ 31 വരെയുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ സൈക്കിളിന് വേണ്ടി യു ജി സി നെറ്റ് അപേക്ഷ ക്ഷണിച്ചിരുന്നത്. അതായത് നിലവിൽ ഈ പറഞ്ഞിരുന്ന സമയം കുറച്ച് കടന്നു പോയിരിക്കുന്നു. സ്വാഭാവികമാണ്, കാരണം കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് മനസ്സിലാക്കാം, കഴിഞ്ഞ തവണ ഒക്ടോബർ അവസാനത്തേക്ക് സെപ്റ്റംബർ 30 കൂടി വന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഏതാണ്ട് 5 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, നമുക്കൊരു ഡേറ്റ് ഉടൻ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഏത് നിമിഷം എന്നുണ്ടാവാം ഈ ഒരു നോട്ടിഫിക്കേഷനുള്ള സമയം NDA യു ജി സി നെറ്റിന് വേണ്ടി അവർ പ്രഖ്യാപിച്ചേക്കാം. ഇനി അന്നത്തെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡേറ്റ് വന്നത് ഡിസംബറിൽ തന്നെയായിരുന്നു. 4-8 അതായത് 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു അഡ്മിറ്റ് കാർഡ് വരികയും ചെയ്തു ഡിസംബറിൽ തന്നെ. ഇനി എക്സാമിൻ്റെ ഡേറ്റ് വന്നത് 6 മുതൽ 14 വരെയായിരുന്നു. അതായത് ഡിസംബർ മാസം 6 മുതൽ 14 വരെയായിരുന്നു. അതിൻ്റെ റിസൾട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ജനുവരി 18 തീയതി 2024 ഈ ഒരു രീതിയിലായിരുന്നു ആ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേൺ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോഴുള്ള യു ജി സി നെറ്റിനെയും ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കാരണം ഏത് നിമിഷവും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആയി നിങ്ങൾ ഇരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നമുക്ക് ജൂണിൻ്റെ സൈക്കിൾ കൂടി അവസാനം ഇപ്പോൾ വരാൻ പോകുന്ന ജൂണിൻ്റെ സൈക്കിൾ കൂടി 2024 ജൂണിൻ്റെ സൈക്കിൾ കൂടി നോക്കാം. ജൂണിൻ്റെ സൈക്കിളുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രജിസ്ട്രേഷൻ തുടങ്ങിയത് 20 ഏപ്രിലായിരുന്നു. 19 മെയ്ക്ക് അവസാനം കഴിഞ്ഞു. അത് 24 തന്നെ ഏപ്രിൽ തുടങ്ങി 19 മെയ്ക്ക് അത് കഴിഞ്ഞു. അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയത് ഓഗസ്റ്റ് 17 തീയതി മുതൽ 5 തീയതി സെപ്റ്റംബർ 5 തീയതി വരെയായിരുന്നു. അതിൻ്റെ എക്സാം നടന്നത് 21 ഓഗസ്റ്റ് 21 തുടങ്ങി സെപ്റ്റംബർ 5 കഴിയുന്ന രീതിയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റിസൾട്ട് ഉടൻ തന്നെ വരാം. ഈ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കുറച്ചെങ്ങനെ ഡിലേ ആയത്, അല്ലെങ്കിൽ എപ്പോൾ വന്നു കഴിയേണ്ടതാണ്. അപ്പോൾ ഉടൻ തന്നെ എന്ത് കരുതാം, ഈ ഒരു ഡേറ്റ് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ അതിൻ്റെ പ്രിപ്പറേഷൻ അതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡിൽ എത്തേണ്ട സമയമാണ്. ഏതെങ്കിലുമൊക്കെ നല്ല കോഴ്സിനൊക്കെ ചേർന്ന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഈ യു ജി സി നെറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, വളരെ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടിയൊരു എക്സാമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലുള്ളവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. ആയാൽ മാത്രം പോരാ, പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടിയാൽ മാത്രം പോരാ, നല്ല ശതമാനം മാർക്ക് കൂടി ഉണ്ടാവണം, എങ്കിലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ എക്സാമിനേഷൻ്റെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ കുറവാണ്, 6% ഒക്കെയാണ്. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ്. ധാരാളം ആൾക്കാർ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യുന്നു. ഒരു ചിട്ടയായ ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്മാർട്ടായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കയറാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യു ജി സി നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏണസ് അക്കാഡമി ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഡിസംബറിൽ തന്നെ നടക്കുന്ന എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ബേസ് ചെയ്തുകൊണ്ട് യു ജി സിയുടെ സിലബസിനെ പൂർണ്ണമായിട്ടും
ബേസ് ചെയ്ത് NDA എക്സാമിനേഷനോട് നീതി പുലർത്തിക്കൊണ്ടാണ് നമ്മൾ കോഴ്സുകൾ നൽകുന്നത്. അത് കോഴ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് എന്ന് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലും നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷൻസ് ഉണ്ട്. ഒപ്പം തന്നെ 24/7 നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇനിയും നമ്മുടെ ക്വസ്റ്റ്യനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകളാണ്. അതിൽ നിങ്ങൾക്ക് മൊഡ്യൂൾഡ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും, ഈ വീക്ക്ലി ടെസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് കൂടാതെ PYQ, ഒരു മോഡൽ PYQ തന്നെയുണ്ട്. എത്രത്തോളം ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നു അത്രത്തോളം UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി നിലവിൽ വരുന്ന UGC നെറ്റിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ മറക്കണ്ട, എക്സാം എത്തിയിരിക്കുകയാണ്. റിസൾട്ട് വരുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം വരും. അപ്പോൾ ഇത് ഇസ് എ റൈറ്റ് ടൈം. ഉടൻ തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ എല്ലാവരും ഇതിന് പ്രിപ്പയർ ചെയ്യുമെന്നും എല്ലാവരും ഈ കോഴ്സിനെ പറ്റി അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും എല്ലാവരും ഇത് ജോയിൻ ചെയ്യുമെന്നും കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിനെ പറ്റി അറിയണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. ഗുഡ് ബൈ.